നാട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലെടുത്തില്ലേ? ഇത് കാനഡയ്ക്ക് പോകുന്ന അതിന്റെ മുമ്പായിട്ട് അവിടെ CMA വലിയ പ്രസക്തി ഇല്ല. കാനഡയിലോ? അവിടെയൊക്കെ CPA ആണ്. CPA എന്ന് പറഞ്ഞാൽ ഓഡിറ്റേഴ്സ് ഉണ്ടല്ലോ. അതായത് ഇവിടെ CA എന്ന് പറയുന്ന ആൾക്കാരെ അവിടെ CPA എന്നാണ് വിളിക്കുന്നത്. അവർക്കാണ് അവിടെ. എനിക്കിപ്പോ സ്വന്തമായിട്ട് നാട്ടിൽ വേണമെങ്കിൽ ഓഡിറ്റ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, തുടങ്ങാൻ പറ്റൂല അല്ലേ? എനിക്ക് ഒരു ഡോക്യുമെന്റ് കിട്ടിയാൽ അവിടുന്ന് എങ്ങനെ ഫൈനൽ ഇൻപുട്ട് ആക്കുക, ഓഡിറ്റേഴ്സിന് കൊടുക്കേണ്ട അതുവരെ അറിയുള്ളൂ. ഒറ്റ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒന്നും ചെയ്ത് നടക്കൂല. അതായത് ബുക്കൊന്നുമില്ല. അവര് ചോദിക്കുന്ന റിക്വയർമെന്റ് കൊടുക്കാൻ പറ്റും. ഇവിടെ എന്താ കൊടുക്കേണ്ടത്, എന്ത് സംഗതി കൊടുക്കണ്ടേന്നൊക്കെ അറിയാം. പക്ഷെ ഒരു കരക്കി കുടിച്ച് ഒരു സംഗതി ബുക്കാക്കണ്ടേ, അത് കഴിയില്ല. കാരണം അതിൽ കുറെ പോയിന്റും കാര്യങ്ങളും ഓട്ടൊക്കെ കഴിയാണെങ്കിൽ എന്താണോ ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യണം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ഓഡിറ്റ് ഫേമിൽ കയറാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈവൻ സാലറി കുറവാണെങ്കിലും കയറാന്നുള്ള രീതിയിൽ വന്നു തുടങ്ങി കേട്ടോ. 2017 അതിലൊരു 1500 രൂപ പറഞ്ഞു. സാലറി റൂമും ഇല്ല, 1500. ഞാൻ പോട്ടെ ഒരു 2500 തന്നാല് നോക്കിയായിരുന്നു. നല്ല ഇവിടെ സ്വന്തമായിട്ടൊരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അതിന് CA തന്നെ ആണോ? അവർക്കല്ലേ ഇത് സർട്ടിഫൈ ചെയ്യാൻ പറ്റുക. മോനെ പിന്നെ 9 ഫ്ലൈറ്റ് അവിടെ എത്ര മണിക്കായിരുന്നു? ഓടേണ്ടി വരുന്നുണ്ടല്ലേ? ഓടണം കേട്ടോ ചേട്ടാ. ഇല്ല ചിന്തിയില്ല, ഞാൻ എന്റേതാ മാറി കുടിച്ചേ. ഗേറ്റ് അരമണിക്കൂർ മുമ്പല്ലേ ക്ലോസ് ചെയ്യില്ലേ? ഏത് ഗേറ്റ്? ഔട്ടർ ഗേറ്റ്. ചെക്കിങ്ങോ? ബാഗേജ് ചെക്കിങ്ങോ? ബാഗേജ് ചെക്കിങ് 1 മണിക്കൂർ ക്ലോസ് ചെയ്യുന്നു. 1 മണിക്കൂർ അത്ര മിനിറ്റ്. ഇല്ല, ആ കൗണ്ടറിൻ്റെ അടുത്ത് നേരെ തന്നെ അവിടെ 3-ാം നമ്പറിൻ്റെ അടുത്തുള്ള ഇറങ്ങാം. അടുത്ത് തന്നെ നേരെ ഉണ്ടായി. നമ്മൾ 10 മിനിറ്റ് മതി. ഇൻഷാ അല്ലാഹ്. എടുക്കും 20 മിനിറ്റ് എടുക്കും. 10 മിനിറ്റ് ഒന്നും പോരല്ലോ. 10 മതി മാക്സിമം. ഒരു 12 മിനിറ്റ്. അതിലിനിയും ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇല്ലല്ല, പൈസ എന്താ കൈയൊട്ടാനായില്ല. കൈയൊട്ടുന്ന കഴിച്ചോ എനിക്ക് മതി കൊള്ളാം.
ഓണാക്കിയത്? ഞാൻ വെറുതെ സ്മെല്ല് കയറിയേ. സ്മെല്ലുണ്ടോ? ഇല്ല, ആ സ്മെല്ലില്ല. പുറത്തുനിന്നൊക്കെ സ്മെല്ല് കയറിയാ. ഇല്ലല്ലോ. മൂന്നാ മറ്റേ വേറൊരു ബാഡ് സ്മെല്ല് കയറി. ഇതൊക്കെ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒക്കെ എങ്ങനെ മനസ്സിലാവണേ? കൂടുതലാ സ്പീഡ് ലിമിറ്റ്? സ്പീഡ് ലിമിറ്റ് ക്യാമറ ഉണ്ടാവില്ലല്ലേ? സ്പീഡ് ക്യാമറ ID പാസ്പോർട്ട് എടുത്തില്ലേ? ID പാസ്പോർട്ട് ടിക്കറ്റ് കോപ്പി ഉണ്ട്. ഉണ്ടല്ലോ. അല്ല, ഈ കോപ്പി ഉണ്ട്. ഞാൻ എപ്പോഴും ഇറങ്ങുന്നതിൻ്റെ വീണ്ടും വെരിഫൈ ചെയ്യും ഉണ്ടോന്നിവിടെ. കാരണം അതില്ലാതെ എന്ത് പോയാലും അവിടെ അതില്ലാതെ പോയിട്ട് കാര്യമില്ലല്ലോ. ഇതിലും പൈസ ഉണ്ട്. ഇതിലുണ്ട് കേട്ടോ. തീർത്താഞ്ഞൂടെ പഠിച്ചോളെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഷവർമ കഴിച്ചില്ല. ഞാനൊരു 11 മണിയായപ്പോൾ ഇങ്ങനെ മലയാളി ഹോട്ടലിൽ തിരഞ്ഞെടുക്കണം ഇവിടുത്തെ ബിരിയാണി കഴിക്കാനേ. കണ്ടില്ല. പിന്നെ ഞാൻ സൗദിയെ പോയിട്ട് സൗദിയിലെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല. ഞാൻ അവിടേക്ക് പോയി. എവിടേക്ക്? ഈ മാളുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ മൂലക്കൽ വരെ നടന്നു നോക്കി. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ മറ്റേ നാഷണൽ എക്സ്ചേഞ്ചിന്റെ ഓപ്പോസിറ്റ് ഹോട്ടലിൽ നിന്ന് മലയാളത്തോണ്ട് എഴുതി നോക്കി ഒരാള്. നാഷണൽ എക്സ്ചേഞ്ചിന്റെ ഓപ്പോസിറ്റ് കടന്ന് ഭയങ്കര രസമുള്ള ഭംഗിയുള്ള സ്ഥലല്ലേ. സിറ്റി ഭംഗിയൊക്കെ അവർക്ക് എല്ലാം അറിയാൻ ഏതാണ് ഓരോ ഡിസൈന് പാലത്തുമ്മല്. അവിടുത്തെ റോഡിന്റെ സ്ഥിതി എന്താ? അവിടുത്തെ റോഡ് നല്ലതാണ്. ഇതൊക്കെ ഉണ്ടോ? നല്ലതാണ്. ഇതേപോലെ തന്നെ കുറച്ചുകൂടി ക്ലീൻ ആണോ? ക്ലീൻ ഭയങ്കര അല്ലേ? പിന്നെ ഇപ്പോ ഈ ഇന്ത്യൻസ് വരുന്നോണ്ടോ അറിയില്ല, അങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ വലിച്ചെറിയാൻ തുടങ്ങുന്നുണ്ട്. ഉണ്ടോ? ശ്രദ്ധിക്കണം. എന്തിനാ